വർക്കലയിൽ ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ തള്ളിയിട്ട സംഭവത്തിലെ പ്രതി സ്ഥിരം മദ്യപാനിയും പ്രശ്നക്കാരനുമാണെന്ന് കണ്ടെത്തൽ. പ്രതി സുരേഷ് കുമാർ മദ്യപിച്ച് വീട്ടിൽ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നയാളാണെന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ഇയാൾ നിരന്തരം ഭാര്യയെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും മർദ്ദനം സഹിക്കവയ്യാതെ ഭാര്യ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയെന്നുമാണ് വിവരം. 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന സുരേഷിന്റെ 2 മക്കൾ താമസിക്കുന്നത് സഹോദരന്റെ വീട്ടിലാണ്. ജോലി സംബന്ധമായ ആവശ്യത്തിനാണ് സുരേഷ് കുമാർ കോട്ടയത്ത് പോയതെന്നാണ് വിവരം. പെയിന്റിംഗ് പണിക്കുള്ള സൈറ്റ് നോക്കാൻ മറ്റു തൊഴിലാളികൾക്കൊപ്പമുള്ള യാത്രയിലായിരുന്നു യുവതിക്കെതിരായ അതിക്രമം. എന്നാൽ ആക്രമണം നടക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർ ഉറക്കത്തിലായിരുന്നു. സുരേഷ് കുമാർ നേരത്തെ പോക്കറ്റ് അടിക്കാരനാണെന്ന വിവരവും ലഭിക്കുന്നുണ്ട്. അതേസമയം ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. റെയിൽവേ പോലീസാണ് സുരേഷ് കുമാറിനെതിരെ കേസെടുത്തത്. റെയിൽവേ ആക്ട് പ്രകാരമുള്ള വകുപ്പുകളും ഇയാൾക്കെതിരെ ചുമത്തും. ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. പെൺകുട്ടിയെ ദേഷ്യത്തിൽ ചവിട്ടിയതാണെന്ന മൊഴിയാണ് ഇയാൾ പോലീസിൽ നൽകിയിരിക്കുന്നത്. വാതിലിനടുത്ത് നിന്ന് മാറാത്തതാണ് പ്രകോപന കാരണമെന്നും മാറാൻ ആവശ്യപ്പെട്ടിട്ടും പെൺകുട്ടി മാറിയില്ലെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. മദ്യലഹരിയിലാണ് ചവിട്ടിയതെന്നും പെൺകുട്ടികളെ മുൻപരിചയമില്ലെന്നും സുരേഷ് കുമാർ പോലീസിനോട് പറഞ്ഞു. അതിക്രമത്തിന് ഇരയായ തിരുവനന്തപുരം സ്വദേശിയായ ശ്രീകുട്ടി എന്ന യുവതി ICUവിൽ തുടരുകയാണ്. ഇന്നലെ രാത്രിയാണ് കേരള എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നതിനിടെ പ്രതി പെൺകുട്ടിയെ ചവിട്ടി പുറത്തേക്കിടുന്നത്. വർക്കല സ്റ്റേഷനിൽ നിന്നും 2 കിലോമീറ്റർ ദൂരം മാറി അയന്തി മേൽപ്പാലത്തിനടുത്ത് വെച്ച് ഇന്നലെ രാത്രി 8:40 സംഭവം നടക്കുന്നത്. ജനറൽ കോച്ചിൽ വെച്ചായിരുന്നു പെൺകുട്ടിയെ പ്രതി പുറത്തേക്ക് തള്ളിയിട്ടത്. 2 പെൺകുട്ടികൾ ശുചിമുറിയിൽ പോയി വരുമ്പോൾ വാതിലിനടുത്തുണ്ടായിരുന്ന പ്രതി ശ്രീകുട്ടിയെ ചവിട്ടി പുറത്തേക്കിടുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന പെൺകുട്ടിയെയും ഇയാൾ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു.